പരിശുദ്ധനും നിത്യനും നീതിമാനും ക്രിസ്തുവേശുവിൽ കൂടെ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല പിതാവാം ദൈവമേ, स्वर्गीय पिता, इस सुंदर समय के लिए हम हमसे प्यार करने वाले स्वर्गीय पिता, इस सुंदर समय के लिए हम आपको धन्यवाद और स्तुति करते हैं प्रभु। കർത്താവേ, അനുഗ്രഹീതമായ സന്ധ്യയുടെ യാമത്തിനായി നന്ദിയോടെ ഒരിക്കൽ കൂടെ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. परमेश्वरी आशीष भरा हुआ शाम के समय के लिए हम आपको धन्यवाद करते हैं प्रभु। കർത്താവേ, ഹല്ലേലൂയ. ഈ സന്ധ്യയുടെ വേളയിൽ അവിടുത്തെ തിരുവനന്തപുരത്ത് വീണ്ടും പഠിപ്പാന്റെ ഗുണമായ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. आज शाम के समय भी आपके वचन से सीखने के लिए हमें एक और बार मौका दिए, इसलिए हम धन्यवाद करते हैं। ഫേസ്ബുക്കിൽ കൂടെയും കർത്താവേ, യൂട്യൂബിൽ കൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. फेसबुक के द्वारा और यूट्यूब के द्वारा हमें देखने वाले हर किसी को आपके हाथ में समर्पण करते हैं। പരിശുദ്ധാത്മാവെന്ന ദൈവത്തെക്കുറിച്ച്, തന്റെ മഹാശക്തിയെക്കുറിച്ച്, അതിന്റെ അത്യാവശ്യതയെക്കുറിച്ചൊക്കെ ഞങ്ങൾ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. परमेश्वर पवित्र आत्मा के बारे में, उनकी जरूरत के बारे में, उनके महिमा के और सामर्थ के बारे में आजकल हम सीखे आ रहे हैं। ഇന്നും ആഴമായ ചില സത്യങ്ങളെ തിരിച്ചറിയുവാന്റെ ഗുണമായ ദൈവമായ കർത്താവ് ഞങ്ങളുടെ കണ്ണുകളെ, കേൾക്കുന്നവരുടെ കണ്ണുകളെ, കാണുന്നവരുടെ കണ്ണുകളെ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. आज शाम के समय भी आज के जो वचन को गहराई को समझने के लिए जो सुनने वाले और देखने वाले हर किसी को आंखों को खोलिए। കർത്താവ് ഇത് കേൾക്കുന്നവരായിട്ടല്ല, അവരുടെ ജീവിതത്തിൽ അത് അനുഭവസ്ഥമാക്കി തീർക്കുവാന്റെ ഗുണമായ കർത്താവ് സഹായിക്കുമാറാകണം. परमेश्वर खाली सुनने वाला न बनने पाए और उनके जीवन में उसको कार्य में ले आने के लिए उनको मदद करें। വലിയൊരു രൂപാന്തരം കർത്താവ് ജനത്തിൽ ഉണ്ടാവുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകണം. परमेश्वर एक बहुत बड़ा मन फिरावट उनके जीवन के अंदर आने के लिए प्रार्थना करें। ദൈവം എന്താണ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണം. परमेश्वर आप क्या चाहते हैं हमारे जीवन से करके हमें समझने के लिए कृपा करो। ദൈവത്തിന്റെ കൃപയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മ വഴി നടത്തണം. आपकी कृपा के अंदर हमें समर्पण करते पवित्र आत्मा में चलाइए। ഹല്ലേലൂയ. ഞങ്ങൾക്ക് മനസ്സിലാകത്തതിൽ ദൈവാത്മാവ് ലളിതമായതിനെ പഠിപ്പിച്ചു തരുമാറാകണം. जैसे हम समझ पाए प्रभु, वैसे आप सरल रीति से हमें समझाइए। എല്ലാവരെയും കണ്ണുകളെ തുറക്കണമേ കർത്താവ്. हर किसी की आंखों को खोलिए प्रभु। അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण करें। പ്രാർത്ഥനയുടെ സ്തോത്രം. हमारी प्रार्थना को आपने सुन लिया, इसलिए धन्यवाद। യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के पवित्र नाम में। ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के नाम की ഈ महिमा हो। രാത്രികാലം വീണ്ടും ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തിയെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ കൂടെ പഠിക്കുവാൻ പോവുകയാണ്. आज शाम के समय भी हम पवित्र आत्मा के बारे में और उनके सामर्थ के बारे में हम सीख വളരെ വ്യത്യാസമായ ഒരു ആംഗിളിലേക്ക് ഇത് പകൽക്കാലം ദൈവാത്മാവ് നമ്മെ നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. कुछ अलग तरीके से पवित्र आत्मा में चलाएंगे करके मैं विश्वास करता നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് പരിശ്രമിക്കുക. हमें सुनने वाले को मैं कहता हूँ कि खाली सुनने वाला ना बने और उसको कार्य में लाने के लिए कोशिश करिए। ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. हमारे YouTube चैनल को भी आप देख लीजिए और सब्सक्राइब करिए और उसको दूसरों को शेयर करें। നമുക്കൊരു പാട്ട് പാടാം, അതിനുശേഷമായ ദൈവവചനത്തിന്റെ ധ്യാനത്തിനായി പോകാം. हम अभी एक गाना गाएंगे, उसके बाद हम वचन से सीखेंगे। ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. If
தரிசனம் சொல்வாரே. பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை. பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை. பெந்தெக்கோஸ்தே நாளை போலே பெரிதான முழக்கத்தோடு, பெந்தெக்கோஸ்தே நாளை போலே பெரிதான முழக்கத்தோடு வல்லமையாயிறங்கி வரங்களினாலே நிரப்பும். வல்லமையாயிறங்கி வரங்களினாலே நிரப்பும். பொழிந்திடும் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை. பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை. மாம்சமான யாவர் மேலும் ஆவியை ஊற்றுவேன் என்று, மாம்சமான யாவர் மேலும் ஆவியை ஊற்றுவேன் என்று ஒப்பர்வாலி மரியாவர் தரிசனம் சொல்வாரே. ஒப்பர்வாலி மரியாவர் தரிசனம் சொல்வாரே. பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை. பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை. குற்றப்பட வேண்டுமே உன்னதத்தின் ஆவி, உயர்ப்பிக்க வேண்டும் எங்கள் தேவா. முன்மாரியாக என்று பொழிந்திட்ட ஆவியே, பின்மாரியாக என்று பொழிந்திடுவே. குற்றப்பட வேண்டுமே உன்னதத்தின் ஆவி, உயர்ப்பிக்க வேண்டும் எங்கள் தேவா. முன்மாரியாக என்று பொழிந்திட்ட ஆவியே, பின்மாரியாக என்று பொழிந்திடுவே. பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை. பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை. பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை. மாம்சமான யாவர் மீதும் ஆவியை ஊற்றுவேன் என்று, மாம்சமான யாவர் மீதும் ஆவியை ஊற்றுவேன் என்று ஒப்பர்வாலி மரியாவர் தரிசனம் சொல்வாரே. ஒப்பர்வாலி மரியாவர் தரிசனம் சொல்வாரே. பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை. பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை. பெந்தெக்கோஸ்து நாளை போல பெரிதான முழக்கத்தோடு, பெந்தெக்கோஸ்து நாளை போல பெரிதான முழக்கத்தோடு வல்லமையாக இறங்கி வரங்களினாலே நிரப்பும். வல்லமையாக இறங்கி வரங்களினாலே நிரப்பும். பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை, ஆவியின் வல்லமை, அக்கினியின் வல்லமை. 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 ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുകയാണ്. स्वर्गीय पिता, एक बार और आपके हाथ में हम समर्पण करते हैं. അപ്പോസ്തലന്മാരിൽ പൊഴിഞ്ഞതായ കർത്താവേ, മുൻമാരിയുടെ കർത്താവേ അനുഭവത്തെ ദിവസങ്ങളിൽ ദൈവജനത്തിന് മേൽ ഒരു പിന്മാരിയായി അയച്ചു കർത്താവേ ഞങ്ങളെ അവിടുന്ന് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
परमेश्वर प्रेरितों के ऊपर जो आपने पहला जो बारिश को जैसे भेजा है प्रभु, वैसे आपके हर एक आपके लोगों के ऊपर आपके पिछला बारिश भी भेज के आपको उनको आशीष करें। പെന്തക്കോസ്ത് നാളിൽ കർത്താവേ പൊഴിഞ്ഞതായ അഗ്നിയുടെ നാവുകൾ ഓരോ വ്യക്തികളുടെ മേലും ഇറങ്ങി വരുവാൻ ദൈവമായ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. परमेश्वर पेंतकोस्त के दिन उस जो आग के जो पवित्र आग जैसे उतरा था प्रभु, हर एक किसी को ऊपर आने അവരെ का ശക്തിപ്പെടുത്തണമേ കർത്താവേ. सामर्थ्य दीजिए प्रभु, അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण करते हैं। പ്രാർത്ഥന നടത്തിനാൽ സ്തോത്രം. प्रार्थना आपने सुन ली, പഠിപ്പിച്ചാട്ടെ, ഗ്രഹിപ്പാൻ കൃപ നൽകിയാട്ടെ. आप सिखाइए और समझने के लिए हमारे यीशु के नाम से। कृपा करिए യേശുവിന്റെ मसीह के नाम से। ആമേൻ. ഹല്ലേലൂയ. हालेलुया। ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കട്ടെ. परमेश्वर आज शाम के समय भी हमें आशीष करने पाए। വീണ്ടും നമ്മൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തെ പഠിപ്പാൻ പോവുകയാണ്. और शाम के समय भी हम परमेश्वर के वचन से सीखने जा रहे हैं। അല്ല, നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കഴിഞ്ഞ നാളുകളിലെല്ലാം തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. पवित्र आत्मा के बारे में पिछले कुछ दिनों से सीखे आ रहे हैं। ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പരിവർത്തിക്കുവാൻ നാം ദൈവത്തിന് സ്ഥലം കൊടുക്കണം, അല്ലെങ്കിൽ ദൈവത്തെ അനുവദിക്കണം, പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. पवित्र आत्मा हमारे जीवन के अंदर कार्य करने के लिए हमें अनुमति देना है। ഹല്ലേലൂയ. हालेलुया। നമ്മൾ കഴിഞ്ഞ നാളുകളിൽ യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച വിധങ്ങളെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ട് വരികയായിരുന്നു. पिछले दिनों में यीशु मसीह के जीवन के अंदर पवित्र आत्मा जैसे काम किया है वो क्या है करके हम पिछले दिनों में सीख के आए। അനേക കാര്യങ്ങൾ പഠിച്ചു. बहुत सारी बातें सीखा। യേശുക്രിസ്തുവിന് പോലും പരിശുദ്ധാത്മാവില്ലാതെ ഈ ഭൂമിയിൽ ഒരു വിജയകരമായ ജീവിതം, ഒരു ആത്മീയ ജീവിതം പൂർണ്ണമായി നയിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാനിടയായി. हमने देखा है कि यीशु मसीह को भी इस पृथ्वी में जब वो यीशु मसीह थे तब उनको पवित्र आत्मा के बिना कोई भी काम वो सामर्थ्य भर से नहीं कर पाया। അപ്പോൾ നമുക്ക് മനുഷ്യരായിരിക്കും നമുക്ക് യേശുക്രിസ്തുവിന് ലഭിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഏറ്റവും വലിയ ആവശ്യമുണ്ട് എന്ന് നാം അതിൽ നിന്ന് മനസ്സിലാക്കും. उससे हमें ये पता चलता है कि हमारे जीवन में भी पवित्र आत्मा के बिना जो यीशु मसीह के अंदर जो पवित्र आत्मा काम किया है वो पवित्र आत्मा हमारे जीवन के अंदर कितनी जरूरत होगा करके हमने सीखा। യേശുവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ രഹസ്യം പരിശുദ്ധാത്മാവ് തന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ യേശു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. यीशु मसीह ने सामर्थ्य से इसलिए काम नहीं किया है कि वो पवित्र आत्मा से भरा था, हालेलुया। इससे अलावा कि वो पवित्र आत्मा से भर के प्रार्थना भी करते थे। പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവനെ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ഒരു സ്വഭാവം എപ്പോഴും അവൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. पवित्र आत्मा जिनके अंदर है वो कैसे हमें पता चलेगा कि वो हमेशा जो है प्रार्थना करता रहेगा। യേശുവിന്റെ ജീവിതത്തിൽ യേശുവിന് എപ്പോഴും പ്രാർത്ഥനയുടെ അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. यीशु मसीह के जीवन के अंदर हमने देखा है कि वो हमेशा प्रार्थना करते रहते थे। ആ പ്രാർത്ഥനയിലേക്ക് യേശുവിനെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ऐसे प्रार्थना करने के लिए परमेश्वर यीशु मसीह को किसने सहायता किया है कि पवित्र आत्मा। കാരണം പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥനയുടെ ആത്മാവ്. പരിശുദ്ധാത്മാവിന്റെ വേറൊരു സ്വഭാവമാണ് പ്രാർത്ഥിക്കുന്ന സ്വഭാവം, പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്ന സ്വഭാവം. पवित्र आत्मा का एक खास स्वभाव ये है कि वो प्रार्थना करने के लिए हमें तैयार करेगा। ഇന്നുവരെയും വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധിക്കപ്പെടാത്ത പോയതായ ഒരു ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുവാൻ പോകുന്നത്. आज परमेश्वर की वजह से हम एक ऐसा भाग को देखेंगे जो हमने पढ़ा होगा लेकिन हमने ध्यान नहीं दिया होगा। യേശുവിന്റെ പ്രാർത്ഥനയെ പറ്റി പലരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ദൈവാത്മാവ് പ്രത്യേകം വെളിപ്പെടുത്തി തന്നത്. यीशु मसीह की प्रार्थना के विषय में हमने बहुत जगह पढ़ा है, यीशु मसीह प्रार्थना करते थे करके, लेकिन आज जो मैं बताने जा रहा हूँ वो विषय आज जब मैं प्रार्थना कर रही थी तो परमेश्वर ने मुझे प्रकट किया और समझाया। പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന, पवित्र आत्मा की प्रार्थना। അത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് വളരെ ഒരു സുഖമില്ലാത്തതുപോലെ തോന്നാം, ഒരു രസമില്ലാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയോ. हम ऐसे सोच सकते हैं अरे पवित्र आत्मा प्रार्थना करते हैं तो करके आप ऐसे सोच सकते എന്നാൽ हैं। വേദപുസ്തകത്തിൽ വ്യക്തമായ തെളിവ് അതിനുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. लेकिन परमेश्वर के वचन के अधीन से हम पढ़ेंगे तो हमें पता चल जाएगा पवित्र आत्मा प्रार्थना करते हैं। അപ്പൊ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് യേശുവിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ऐसे प्रार्थना करने वाला पवित्र आत्मा यीशु मसीह के अंदर थे, इसलिए यीशु मसीह हमेशा प्रार्थना करते हैं। നമ്മുടെ ഉള്ളിൽ എന്തുണ്ടോ അതാണ് നമ്മുടെ സ്വഭാവത്തിൽ പ്രതിഫലിച്ചു വരുന്നത്. हमारे अंदर जो चीज है वो हमारे स्वभाव में प्रकट हो जाती है। നമ്മുടെ ഉള്ളിൽ ആത്മീയപരമായിരിക്കുന്ന കാര്യങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതചര്യയിൽ അത് ആത്മീയപരമായ കാര്യങ്ങൾ വെളിപ്പെട്ട് വരും.
अगर हमारे जीवन के अंदर हमारे दिल में परमेश्वर की आत्मिक रीति की बातें होंगे तो वो हमेशा वो प्रकट हो जाए। നമ്മുടെ ഉള്ളിൽ ഭൗതികപരമായ കാര്യങ്ങളാണ് തിങ്ങി നിറഞ്ഞിരിക്കുന്നതെന്ന് വരികിൽ ആ ഭൗതികപരമായ അല്ലെങ്കിൽ ജഡീകപരമായിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ട് വരുവാനിടയാകും. नहीं तो हमें दुनियादारी की बातें या शारीरिक रीति की बातें अगर हमारे दिल के अंदर भरा है तो वो प्रकट होगा। അപ്പൊ എന്തുകൊണ്ടാണ് നാം നിറയപ്പെട്ടിരിക്കുന്നത് എന്നതിനെ അനുസരിച്ചാണ് നമ്മളെ കാറ്റഗറി ആയിട്ട് തിരിക്കുന്നത് അല്ലെങ്കിൽ വകഭേദം നമുക്ക് കാണുവാൻ കഴിയുന്നത്. तो किस चीज से हम भरा है करके समझने के उस हिसाब से हम हमारे स्वभाव को हम अलग अलग तरीके से समझा सकते യേശു हैं। പറഞ്ഞു ഫലങ്ങളാൽ അവരെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. यीशु ने कहा है कि उनके फल से तुम उनको समझ सकते हैं। ഒരുപക്ഷെ നമ്മൾ ഒരിടത്ത് ചെന്നാൽ ഒരു മരം കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ മരം എന്താണെന്ന് അതിന്റെ ഇലയോ മരമോ കാണുമ്പോൾ മനസ്സിലായില്ലെങ്കിലും അതിൽ ഉണ്ടാകുന്ന ഫലം കണ്ടാൽ നമുക്ക് ആ മരം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. अगर आप कहीं जा रहे हो तो एक वृक्ष को देख के उसका पत्ता और पेड़ देख के आपको शायद समझ नहीं पाएगा वो किस चीज के पेड़ है करके, लेकिन उसका फल अगर आपको नजर आए या खाएंगे तो आपको पता चल जाएगा कि ये इस चीज का पेड़ है करके। യേശു അതിനെ ഉദാഹരണമായി പറയുകയാണ് നല്ല മനുഷ്യരെ അല്ലെങ്കിൽ ദൈവമക്കളെ നല്ല ഫലം കൊണ്ട് തിരിച്ചറിയുവാൻ കഴിയും. यीशु मसीह उसके के लिए एक उदाहरण करके बता रहे हैं कि अच्छे फल से अच्छे इंसान को हम समझ सकते हैं। അതുപോലെ തന്നെ ചീത്ത മനുഷ്യരെ ചീത്ത ഫലം കൊണ്ട് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. वैसे ही कि बुरा व्यक्ति को बुरे स्वभाव से या बुरे फल से हम समझ सकते हैं। അപ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൽ അവൻ നിറഞ്ഞിരിക്കുന്നവനാണെങ്കിൽ അവന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെട്ടു വരികയുള്ളൂ. अगर एक व्यक्ति के अंदर पवित्र आत्मा भरा हुआ है तो उसका स्वभाव भी पवित्र आत्मा से भरा हुआ होगा। പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കണമെന്നാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. परमेश्वर का हमारे ऊपर की इच्छा ये है कि हम पवित्र आत्मा की फल को प्रकट करें। അതിന് നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരിക്കണം. उसके लिए हमें पवित्र आत्मा से भरना चाहिए। നമ്മൾ യേശുവിനെ പറ്റി പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം ലൂക്കോസിന്റെ 4-ാം അധ്യായത്തിലൊക്കെ നമ്മൾ പ്രത്യേകം കണ്ടു, ഞാൻ തിരിച്ചത് എടുക്കുന്നില്ല. അവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് യേശു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. बहुत जगह हम देखते हैं कि यीशु मसीह पवित्र आत्मा में भराया करके मत्ती रचित समाचार, लूक रचित समाचार, इसमें सब आप पढ़ सकते हैं कि यीशु मसीह पवित्र आत्मा से भर गया। അത് യേശു ക്രിസ്തു ഒരു ദിവസം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു എന്നല്ല അവിടെ അതിന്റെ അർത്ഥം. യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന തന്റെ 33.5 വർഷത്തുള്ള പൂർണ്ണ ശുശ്രൂഷയിലും യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു. यीशु मसीह एक दिन पवित्र आत्मा से भरा हुआ करके नहीं लिखा है, वो जब तक ये पृथ्वी में रहा, जिंदगी अपना बिताया, तब तक हर दिन जो है पवित्र आत्मा से भरते हुए अपना जीवन बिताया। ആ പൂർണ്ണമായ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ കൺട്രോളിൽ യേശു ആയിരുന്നത് കൊണ്ടാണ് ദൈവം ആഗ്രഹിച്ചത് മുഴുവൻ യേശുവിന് ഈ ഭൂമിയിൽ ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. वो पवित्र आत्मा को पूरी तरह अधीन रहा, इसलिए वो इस पृथ्वी के अंदर एक जय जीवन बिताया। അതുപോലെ തന്നെയാണ് ഓരോ ദൈവമക്കളെ കുറിച്ചും ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവമക്കൾ പൂർണ്ണമായി ഈ ഭൂമിയിൽ ചെയ്തെടുക്കണം. वैसे ही परमेश्वर का इच्छा है कि परमेश्वर की बच्चे जो है पवित्र आत्मा के अधीन रहे और भरते रहे पवित्र आत्मा से, और वैसे इस परमेश्वर के काम को पूरा करें। നിങ്ങളെ ദൈവമക്കളാണെങ്കിൽ, നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയും പ്ലാനും ഉണ്ട്. ആ പദ്ധതി ഇല്ലാതെ ദൈവം നിങ്ങളെ വിളിക്കത്തില്ല. अगर आप परमेश्वर के बच्चे हो तो आपने परमेश्वर ने आपको एक उद्देश्य के लिए, एक लक्ष्य के लिए आपको बुलाया। എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമെന്ന്. हम एफएससी की किताब में हम पढ़ते हैं कि परमेश्वर का हमारे ऊपर की इच्छा को समझने के लिए मेरे मन की दृष्टि को आप और साफ करिए करके हम देखते हैं। അപ്പോൾ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി വെച്ചാണ്. ഇന്ന വ്യക്തിയെ ഞാൻ വിളിക്കുമ്പോൾ ഇന്ന വ്യക്തിയിൽ കൂടെ എൻ്റെ ഈ കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായി നിറവേറ്റണം എന്നുള്ള ഒരു പ്ലാൻ, ഒരു പദ്ധതി, ഒരു ബ്ലൂ പ്രിന്റ് വെച്ചാണ് ദൈവം നിങ്ങളെയും എന്നെ വിളിക്കുന്നത്. परमेश्वर ने जब हमें बुलाता है तो वो परमेश्वर हमारे ऊपर एक इच्छा रखा हुआ है कि एक लक्ष्य है हमारे ऊपर कि आपके द्वारा या मेरे द्वारा परमेश्वर कुछ करना चाहते हैं। അത് നിറവേറണമെങ്കിൽ നമ്മൾ പരിപൂർണമായും ദൈവത്തിന്റെ കൺട്രോളിലായിരിക്കണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലായിരിക്കണം. अगर उसका पूर्ति होना है तो हमें पूरी तरह पवित्र आत्मा के अधीन रहना है। സ്വർഗ്ഗത്തിലിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ പദ്ധതി ഭൂമിയിൽ മനുഷ്യരിൽ കൂടെ പ്രായോഗികമാക്കി തീർക്കുവാൻ കൂടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. जो स्वर्ग में बैठा हुआ पिता परमेश्वर की इच्छा, मन के जो भावना जो है इस पृथ्वी के इंसान के द्वारा पूर्ति करने के लिए परमेश्वर ने पवित्र आत्मा को भेजा है। അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മിൽ പരിശുദ്ധാത്മ വസിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ ചെറിയ ചലനങ്ങളെ പോലും നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ.
इसलिए आपको बहुत ध्यान से पवित्र आत्मा की चाल चलन को समझेंगे, तभी आपको पता चलेगा कि पवित्र आत्मा आपके द्वारा क्या करना चाहता കഴിഞ്ഞ है। നാളുകളിൽ നമ്മൾ കണ്ടു യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ അവന്റെ ജനനം മുതൽ മരണം വരെയും ഉയർത്തെഴുന്നേൽപ്പ് വരെയും വീണ്ടും വരവ് വരെയും പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് അവനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു നമുക്ക് കാണുവാൻ കഴിയും. पिछले दिनों में हमने ये सीखा है कि यीशु मसीह के जीवन के अंदर उनके जन्म से लेके उनके सेवकाई से लेके उनके आगे मृत्यु में और उनके पुनरुत्थान में और दूसरा जो आगमन है वहां तक पवित्र आत्मा ही उनको चलाता है करके हमने देखा है। യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. यीशु मसीह के दूसरे आगमन के लिए भी पवित्र आत्मा प्रार्थना करते हैं करके हमने पिछले दिनों में पढ़ा। അവിടെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശ്രദ്ധ തിരിച്ചത്. वहां पे परमेश्वर है, ये पवित्र आत्मा ने मेरे को ले गया। പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞു യേശുവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നതും ഇപ്പോഴും ഈ നിമിഷം വരെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തമായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന. अभी शुरुआत से लेकर यीशु मसीह तो प्रार्थना तो करते थे, लेकिन शुरुआत से लेकर हमने ये देखा है कि पवित्र आत्मा भी प्रार्थना करते हैं करके किसी को पता नहीं है, वो हमें यहाँ पे ध्यान दिलाता है। അത് യേശുവിന്റെ വരവ് വരെയും പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. यीशु मसीह के दूसरे आगमन तक पवित्र आत्मा प्रार्थना करते അതിന് हैं। നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം उसके लिए हम एक वचन को पढ़ेंगे, रोमियों की किताब उसका 8वां अध्याय അതിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ വായിക്കാം. उसका 26 और 27 को हम पढ़ेंगे। ആ. रोमियों की किताब 8 का अध्याय 8 और उसका 26 और 27। इसी विधि से आत्मा भी हमारी दुर्बलता में सहायता करता है, क्योंकि हम नहीं जानते कि प्रार्थना किस विधि से करना चाहिए, परंतु आत्मा आप ही ऐसी आहें भर भर कर जो बयान से बाहर है हमारे लिए विनती करता है, और मनों का जांचने वाला जानता है कि आत्मा की मनसा क्या है, क्योंकि वो पवित्र लोगों के लिए परमेश्वर की इच्छा के अनुसार विनती करता है। ആമേൻ. हालेलुया। അവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു എന്ന് വ്യക്തമായിട്ടും നമുക്ക് വേദപുസ്തകം മനസ്സിലാക്കി തരുന്നു. यहाँ पे हमें पवित्र वचन हमें ये सिखाता है कि पवित्र आत्मा प्रार्थना करते हैं। 26-ഉം 27-ഉം ഞാൻ മലയാളത്തിൽ വായിക്കാം. ഒരല്പം അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരാം. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിന്ന് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഞാനത് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആ വായിച്ച വാക്യം जहाँ जो अभी पढ़ा है वो मैं थोड़ा आपको समझाना चाहता हूँ। അതുപോലെ തന്നെ ആത്മാവും നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിക്കുന്നു. यहाँ पे कि आत्मा भी हमारी कमजोरियों में ഇവിടെ हमारी ആത്മാവെന്ന് सहायता करता എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. है। यहाँ पे आत्मा करके जो बता रहे पवित्र आत्मा के അത് बारे നമുക്ക് में। വേണമെങ്കിൽ ഇങ്ങനെ വായിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും നമ്മുടെ ബലഹീനതകളിൽ സഹായിക്കുന്നു. इसी रीति से पवित्र आत्मा भी हमारी दुर्बलता में सहायता അത് करता है। എങ്ങനെയാണ് പരിശുദ്ധാത്മ നമ്മെ സഹായിക്കുന്നത്? യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത മഹായാഗത്തിന്റെ പരിപൂർണതയിൽ കൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്. पवित्र आत्मा हमारी सहायता कैसे करता है? यीशु मसीह जो क्रूस पे हमारे लिए किया हुआ उस महान कार्य के द्वारा पवित्र आत्मा हमारे लिए सहायता करता നാം है। പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നില്ല. हम ये नहीं जानते कि कैसे प्रार्थना നമുക്ക് करना है। അറിയത്തില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത്. हम कभी नहीं जानते कि कैसे प्रार्थना ആ करना है। വാക്യം തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. वो जो नहीं जानता है करके जहाँ पे वो बता रहा है वो वजन से हमें पता चल रही है कि प्रार्थना कितना महत्व और खासियत भरा हुआ है। ഇവിടെ ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. यहाँ पे मैं आपको एक गुप्त बात बताना चाहता എല്ലാ हूँ। പ്രാർത്ഥനകളും സ്വർഗത്തിൽ ചെല്ലത്തില്ല. हर एक प्रार्थना या विनती स्वर्ग में नहीं पहुँचता। ഹല്ലേലൂയ. യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. यीशु मसीह ने अपने लोगों को बताया था, समझाता है कि आप जातियों की तरह बातें मत करो ज्यादा। അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. इसलिए कहा है कि हमें हम प्रार्थना करना कैसे है करके नहीं जानते। ജൽപ്പനം ചെയ്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന വാക്കുകളൊന്നും സ്വർഗത്തിൽ ചെല്ലുന്നില്ല. बहुत सारी बातें बोल के या बक करके ज्यादा बात करने से वो बात जो है स्वर्ग में नहीं पहुंचती। അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ഈ എന്താ പറയുന്നത്
നമ്മളെ പ്രാർത്ഥിപ്പാൻ സഹായിക്കുന്നതിലുള്ള ആ പ്രത്യേകത വെളിപ്പെടുന്നത്. वहाँ में हमें पवित्र आत्मा हमारी सहायता करता അടുത്ത है। നമ്മൾ വായിക്കുന്നു, എന്നാൽ ആത്മാവ് ഉച്ചരിക്കുവാനാകാത്ത ഞെരുക്കങ്ങളുമായി നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്നു. लेकिन वहाँ पे हमें सिखाता है कि पवित्र आत्मा जो हमारा सहायता करता है कि कैसे प्रार्थना करते हैं। പരിശുദ്ധാത്മാവല്ല ഞെരുക്കുന്നത്, पवित्र आत्मा हमारे हमें तंग नहीं करता। നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാതെ വണ്ണം നമ്മൾ പറയുന്ന വാക്കുകളാണ് ഞെരുക്കങ്ങളായിട്ട് മാറുന്നത്. हमारी जो मन की बात जो ज्यादा बातें करते हैं वो हमारे लिए एक कष्ट दुख भरा हुआ बन जाता है। അതിനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരം അല്ലെങ്കിൽ ഹിതപ്രകാരം പരിശുദ്ധാത്മാവ് അതിനെ മറിച്ച് അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വകപ്പെടുത്തി ദൈവസന്നിധിയിൽ അതിനെ എത്തിക്കുന്നു. हमारे वो जो बातों को जो हम जो ज्यादा बोलते हैं या जहाँ हम नहीं जानते कैसे प्रार्थना करना है, उस बातों को पवित्र आत्मा अपने हिसाब से बना के परमेश्वर के पास ले जाता है। എല്ലാം പറയുന്ന വാക്കുകളെല്ലാം അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പോയി ദൈവസന്നിധിയിൽ പറയുന്നില്ല. നിങ്ങൾ പറയുന്ന എല്ലാ വാക്കുകളും പരിശുദ്ധാത്മാവ് അതുപോലെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നില്ല. हमारे मुंह से निकला हुआ हर एक बात जो है प्रार्थना जो है पवित्र आत्मा परमेश्वर के पास नहीं पहुंच जाता। കാരണം ദൈവത്തിന്റെ ഹിതം എന്തെന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. क्योंकि परमेश्वर की इच्छा क्या है करके पवित्र आत्मा जानता है। 27ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആത്മാവിന്റെ മനസ്സ് എന്താണെന്ന് ഹൃദയങ്ങളെ അന്വേഷിക്കുന്നവൻ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് അറിയാം. क्योंकि मनों को जानने वाला जानता है कि आत्मा की मनसा क्या है। ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണ് വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ശുപാർശ ചെയ്യുന്നത് അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്നത്. इसलिए जो पवित्र आत्मा जो है परमेश्वर की इच्छा के अनुसार अपने भक्त लोगों का बातें लेके जाता है परमेश्वर के पास। അപ്പം നമ്മളെ പല വാക്കുകളും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും हम बहुत सारी बातें प्रार्थना करते हैं, അതെല്ലാം അതുപോലെ ദൈവസന്നിധിയിൽ ചെന്ന് ചേരുന്നില്ല. वो सारी बातें परमेश्वर के पास नहीं पहुंचती। പിന്നെയോ പരിശുദ്ധാത്മാവ് അത് ഏത് രീതിയിലാണോ ദൈവസന്നിധിയിൽ എത്തിക്കേണ്ടത്, കാരണം ദൈവസന്നിധിയിൽ എന്താണ് പറയേണ്ടതെന്നുള്ളത് പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. परमेश्वर के पास क्या बोलना है करके पवित्र आत्मा जानते हैं। അപ്പൊ ഞാൻ അതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ രണ്ട് രാജാക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നു വിചാരിച്ചുകൊണ്ട് രണ്ട് ഭാഷകളിലുള്ള രണ്ട് രാജാക്കന്മാർ തമ്മിൽ സംസാരിക്കുക. मैं उसके लिए आपको एक उदाहरण बता रहा हूँ। दो जगह है, दो രണ്ട് ഭാഷകളിലുള്ള രണ്ട് രാജാക്കന്മാർ സംസാരിക്കുകയാണ്. दो लैंग्वेज भाषा बोलने वाले दो राजा लोग बात कर रहे हैं। അവർ സംസാരിക്കുമ്പോൾ ഈ രാജാവിന് മറ്റേ ഭാഷ അറിയത്തില്ല, ആ രാജാവിന് ഇദ്ദേഹത്തിന്റെ ഭാഷ അറിയത്തില്ല. एक दूसरे का भाषा जो है एक दूसरे नहीं जानते। അപ്പൊ നിങ്ങൾ എന്താണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നത്, അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ ഒരു വ്യക്തി അവിടെ മധ്യത്തിൽ കാണും. तो वहाँ पे एक समझाने वाला या ट्रांसलेशन करने वाले एक व्यक्ति को बुलाते ഈ हैं। രണ്ട് ഭാഷയും നന്നായി അറിയാവുന്ന ഒരു വ്യക്തി അവരുടെ മധ്യത്തിൽ ഇരിക്കും. ഈ രാജാവ് പറയുന്നത് ആ വ്യക്തി മറ്റേ രാജാവിന് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കും. ആ രാജാവ് പറയുന്നത് ഈ വ്യക്തി വീണ്ടും എടുത്ത് ഇപ്പുറത്തെ രാജാവിന് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കും. जैसे कि वो एक दोनों भाषा जानने वाले एक व्यक्ति इनके साथ बैठेंगे और एक दूसरे को वो अपने अपने लैंग्वेज में समझाएगा। ആമേൻ. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നാം പറയുന്ന എല്ലാ വാക്കുകളും ദൈവസന്നിധിയിൽ അറിയിക്കുന്നില്ല. ദൈവത്തിന് ഹിതമുള്ള പ്രകാരം നമ്മുടെ വാക്കുകളെ പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ എത്തിക്കുന്നു. वैसे पवित्र आत्मा भी हमारी सारी बातों को परमेश्वर के पास नहीं लेके जाते। वो परमेश्वर को जो जैसे समझाना है, परमेश्वर जैसे समझते हैं वैसे सारी बातें पवित्र आत्मा लेके जाते हैं। 27ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്. इसलिए कि आत्मा भी अपने हिसाब से, क्योंकि हम नहीं जानते कि प्रार्थना किस रीति से करना है, परंतु आत्मा भी ऐसे आहे भर भर कर जो बयान से बाहर हमारे लिए विनती करता है। 27ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്, എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്. जो आत्मा की मनसा क्या है, क्योंकि वो पवित्र लोगों के लिए परमेश्वर के इच्छा के अनुसार विनती करता കണ്ടോ, है। ദൈവത്തിന്റെ ഹിതപ്രകാരം, परमेश्वर की इच्छा के अनुसार, ദൈവഹിതപ്രകാരമാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത്. परमेश्वर की इच्छा के अनुसार पवित्र आत्मा നമ്മൾ प्रार्थना करता ആരും ദൈവഹിതപ്രകാരമല്ല പ്രാർത്ഥിക്കുന്നത്. है। हम सब जो है प्रार्थना परमेश्वर के हिसाब ഈ से नहीं ഭൂമിയിലുള്ള करते। ഒരു വിശുദ്ധനും ദൈവഹിതപ്രകാരമല്ല പ്രാർത്ഥിക്കുന്നത്. कोई भी पवित्र लोग है परमेश्वर की इच्छा के अनुसार की प्रार्थना കാരണം नहीं നമുക്ക് करते। ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ സ്ട്രക്ചർ, അതിന്റെ ആ സ്ട്രക്ചർ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് നമുക്കറിയത്തില്ല.
क्योंकि वो परमेश्वर के सामने वो प्रार्थना कैसे करना है करके हमें नहीं पता। അത് അപ്പോൾ സ്ട്രക്ചർ ബേസ് ആയിട്ട് ദൈവത്തിൽ എത്തിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത്. वो प्रार्थना जो है कैसे है करके समझा के लेके जाने वाला परमेश्वर। അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് അറിയാം എന്താണ് പരിശുദ്ധാത്മാവ് അത് ദൈവസന്നിധിയിൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതെന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാം. क्योंकि पवित्र आत्मा क्या है उनके पास लेके गया हुआ है करके, या क्या प्रार्थना करके करते हैं करके परमेश्वर जानते हैं। See, പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ഇച്ഛകളിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. पवित्र आत्मा का काम ये है कि परमेश्वर की इच्छा जो हमारे जीवन के अंदर पूर्ति हो जाए। ആമേൻ. ദൈവത്തിന്റെ ഹിതം നമ്മളിൽ നിറവേറ്റുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. परमेश्वर का मुख्य, पवित्र आत्मा का मुख्य काम ये है कि परमेश्वर की इच्छा परमेश्वर का बच्चों के अंदर पूर्ति हो जाए। എന്നാൽ നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ വേദപുസ്തകത്തിലെ ഇംഗ്ലീഷിലുള്ള ചില ട്രാൻസ്ലേഷനുകളെ അല്ലെങ്കിൽ മലയാളത്തിലെ മറ്റുള്ള ഭാഷകളിലൊക്കെയും എഴുതിയിരിക്കുന്ന ട്രാൻസ്ലേഷനുകൾ നമ്മൾ കാണുമ്പോൾ നമ്മളെക്കാളും കുറഞ്ഞ വ്യക്തിയായി അല്ലെങ്കിൽ നമ്മുടെ ആജ്ഞ അനുസരിക്കുന്ന ഒരു ആജ്ഞാനുകാരിയായിട്ടൊക്കെയുമാണ് നമ്മളതിനെ ശ്രദ്ധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. लेकिन हम पवित्र आत्मा के बारे में बहुत गलत रीति से समझ रखा है कि हमारे कोई नीचे काम करने वाला व्यक्ति या हमारे बोलने वाला काम को करने वाले एक व्यक्ति करके समझते हैं। പരിശുദ്ധാത്മാവ് ഒരു ഹെൽപ്പറാണ്, എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹെൽപ്പർ അല്ല. पवित्र आत्मा एक सहायक है, लेकिन हमारे हिसाब का एक सहायक नहीं है। നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്പർ എന്ന് പറയുന്നത് നമുക്ക് താഴെയാണ്. हमारे हिसाब से देखिए तो हेल्पर जो है हमारे नीचे काम പക്ഷെ करने ഇവിടെ वाला है। പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളെക്കാളും മുകളിലായിട്ടാണ്. लेकिन यहाँ पे पवित्र आत्मा जो है हमारे ऊपर है। നമുക്ക് മുകളിലും നമ്മളെ സഹായിക്കുന്നവരെ ഹെൽപ്പർ എന്നുള്ള പദമാണ്, ഇംഗ്ലീഷിൽ ആ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. हमारे ऊपर भी जो हमारे जो सहायता करते हैं उनको हम हेल्पर ही बोलते हैं। അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് നമുക്ക് താഴെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞ് അത് സാധിച്ചു തരുന്ന ഒരു ശക്തിയായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടോ ഒക്കെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കരുതുന്നത്. അത് തെറ്റായ ഒരു കാര്യമാണ്. हम बहुत बार जो पवित्र आत्मा को जो हमारे सारे हुक्मों को या हमारी बातों को सारे परमेश्वर से बोल के हमें करके देने वाला करके हम समझते हैं। അവൻ പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഹല്ലേലൂയ. पवित्र आत्मा परमेश्वर പിതാവിനെ പോലെയും പുത്രനെ പോലെയും തന്നെ യേശു പരിശുദ്ധാത്മാവും ദൈവമാണ്. पिता परमेश्वर की तरह और पुत्र यीशु मसीह की तरह पवित्र आत्मा भी एक परमेश्वर। പിതാവിന് എത്രത്തോളം മഹത്വം നമ്മൾ കൊടുക്കുന്നു, പുത്രനായ കർത്താവിന് നമ്മൾ എത്രത്തോളം മഹത്വം കൊടുക്കുന്നു, അതേ മഹത്വവും സ്തുതിയും ആരാധനയും പുകഴ്ചയും പരിശുദ്ധാത്മാവിന് നാം കൊടുക്കണം. जितना हम महिमा आदर पिता परमेश्वर को और पुत्र यीशु मसीह को देते हैं उतना ही पवित्र आत्मा को भी देना पड़ेगा। നമ്മുടെ ആജ്ഞ അനുസരിക്കുന്ന ഒരു ഹെൽപ്പർ അല്ല പരിശുദ്ധാത്മാവ്, നമ്മെ ദൈവത്തിന്റെ ഹിതപ്രകാരം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഹെൽപ്പറാണ് പരിശുദ്ധാത്മാവ്. हमारे इच्छाओं को, हमारे कार्यों को, हमारे बातों को करके देने वाला नहीं है पवित्र आत्मा, परमेश्वर की इच्छा के अनुसार हमें चलाने वाला है परमेश्वर। ഇത് നമ്മൾ ശരിക്കും വ്യക്തമായിട്ടൊന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ വളരെ താഴ്ന്ന രീതിയിൽ ചിന്തിക്കത്തുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ അത് ശരിയായ ഒരു കാര്യമല്ല. हमें अच्छी तरह पवित्र आत्मा के बारे में समझना है। अगर नहीं समझेंगे तो हम गलत तरीके से उनका उपयोग करेंगे। നമ്മൾ നടക്കുന്ന വഴിയെ നടക്കുവാനല്ല പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴിയെ നമ്മൾ നടക്കുവാനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. हम जहाँ चलते हैं वहाँ चलने के लिए नहीं है पवित्र आत्मा। पवित्र आत्मा जहाँ हमारी अगुवाई करेंगे वहाँ चलना हमारा कर्तव्य है। അവിടത്തേക്ക് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു നന്മയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്, ഗുഡ് ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. पवित्र आत्मा के बारे में हम मत्ती सुसमाचार में हमें सिखा रहे हैं कि पवित्र आत्मा एक फल है, एक अच्छा तोहफा है करके बताता है। അത് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവിക പിതാവിനെയും ലോകപ്രകാരമായിരിക്കുന്ന മാതാപിതാക്കളെയും കൂടെ കമ്പയർ ചെയ്താണ് യേശു അവിടെ പറയുന്നത്. वहाँ पे कि इस दुनिया के जो माता पिता है और स्वर्गीय पिता के बारे में दोनों को जोड़ के बताते हैं। 7:11 മത്തായി 7:11 നമ്മൾ വായിച്ചു നോക്കിയാൽ अगर मत्ती सुसमाचार उसका 7 का 11 पढ़ के देखें, അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? जब तुम बुरे होकर अपने बच्चों को अच्छी वस्तुएं देना जानते हो तो तुम
तुम्हारा स्वर्गीय पिता अपने मांगने वालों को अच्छी वस्तुएं क्यों न देगा। കാരണം ഈ ഭൂമിയിലെ മനുഷ്യരായിരിക്കുന്ന മാതാപിതാക്കൾ തിന്മ നിറഞ്ഞവരായിട്ടും इस दुनिया के माता पिता लोग अपने मन में तो बुरा सोचने वाले हैं, बुरा करने वाले हैं, फिर भी പല കാര്യങ്ങളും തിന്മ പ്രവർത്തിക്കുന്നവരായിരുന്നിട്ട് പോലും बहुत बातों में वो बुरे हैं, എന്നാലും फिर भी തങ്ങളുടെ കുഞ്ഞുങ്ങൾ अपने बच्चे എന്തെങ്കിലും മാതാപിതാക്കളോട് ചോദിച്ചാൽ कुछ भी अपने बच्चे उनसे मांगे तो നമ്മൾ ഏറ്റവും നല്ലതേ അവർക്ക് കൊടുക്കത്തുള്ളൂ. हम सबसे उत्तम चीज उनको देना चाहते हैं। അതൊരു ഉറപ്പ് കാര്യമാണ്. वो एक स्थिर बात है। അല്ലെ, അതിനാ യേശു പറയുന്നത് പാമ്പിനെ റൊട്ടി ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് യേശു എടുത്ത് കാര്യങ്ങൾ പറയുന്നത് അതിനാണ്. इसलिए यीशु मसीह वहाँ उठा के हमें समझा रहे कि वो अगर रोटी मांगेगा तो क्या पत्थर देगा, कि मछली मांगेगा तो सांप देगा, ये सब करके हम अलग अलग तरीके से समझाते हैं। അപ്പൊ യേശു വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മനോഹരമായ വസ്തുക്കൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ ഏറ്റവും നന്മയല്ലാത്തത് ദൈവം നിങ്ങൾക്ക് തരുമോ? തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് നന്മ മാത്രമേ തരത്തുള്ളൂ എന്ന് പറയും. वहाँ में समझाता है, अगर तुम पृथ्वी के इस बुरे लोग, तुम लोग अपने मन में बुरे सोचते हैं, करते हैं, फिर भी बुरे होकर भी तुम अपने बच्चों को अच्छी अच्छी चीजें देना जानते हैं, तो स्वर्गीय पिता जो सबसे अच्छे हैं, सबसे भला है, वो पवित्र आत्मा कितना ज्यादा तुम्हें देगा। യഹൂദനായിരിക്കുന്ന മത്തായി ആ സുവിശേഷം എഴുതിയപ്പോൾ അദ്ദേഹം നന്മ എത്ര അധികം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. वो यहूदी, ये मत्ती समाज जो मत्ती जो है वो यहूदी है, इसलिए वो भला करके बोला है, कि अच्छे करके बोला है। ഈ യഹൂദന് നന്മയെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണെന്ന് വ്യക്തമായിട്ട് അവൻ അറിയാം. वहाँ में कोई भली वस्तु करके या अच्छी है करके बोले तो उनको पता है कि वो परमेश्वर है। സ്വർഗത്തിലെ നന്മയെന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണെന്നുള്ളത് വ്യക്തമായിട്ടും യഹൂദന് മനസ്സിലാകും. अगर वो स्वर्ग की अगर भलाई है, अच्छी बात करके बोलेगा तो वो पवित्र आत्मा है करके वो यहूदी समझते हैं। എന്നാൽ വിജാതീയരായിരിക്കും നിങ്ങൾക്കും എനിക്കും നന്മയെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. लेकिन जो जाति लोग, हम लोग जो है अगर ऐसे बोलेंगे तो समझना मुश्किल है। അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്കൂടെ നമ്മൾ കടന്നു വന്നത് ആ വാക്യം ഒന്നും കൂടി എടുത്ത് ചിന്തിച്ചാൽ മാത്രമേ യേശു അവിടെ നന്മ എന്ന് പറഞ്ഞത് എന്ത് നന്മയെ കുറിച്ചാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. लूक के उस समाचार में, सुसमाचार में आएंगे। ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. लूका समाचार उसका 11 का 13। सो जब तुम बुरे होकर अपने लड़के वालों को अच्छी वस्तुएं देना जानते हो, तो स्वर्गीय पिता अपने मांगने वालों को पवित्र आत्मा क्यों न देगा। അങ്ങനെ നിങ്ങൾ ദോഷികളായിരിക്കുന്ന നിങ്ങളുടെ മക്കൾ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ तुम बुरे होकर अपने बच्चों को अच्छी वस्तुएं देना जानते हैं, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കുമെന്ന് പറയും. स्वर्गीय पिता अपने मांगने वालों को पवित्र आत्मा कितना ज्यादा देगा। ഹല്ലേലൂയ. हालेलुया। അപ്പം ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന ഒരു പിതാവ് ഈ ഭൂമിയിലുള്ള കുഞ്ഞ് അവർക്ക് ഏറ്റവും നല്ലത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഏറ്റവും बेस्ट ഉള്ളത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ इस पृथ्वी के एक माता या पिता जो है अपने बच्चों को इस पृथ्वी के सबसे अच्छी से उत्तम चीज देना चाहते हैं। നമ്മളെക്കാൾ ഒക്കെ അനേക മടങ്ങ്, കോടി മടങ്ങ് നല്ലവനായിരിക്കുന്ന ദൈവം. കോടി മടങ്ങെന്നൊന്നും പറഞ്ഞാൽ ദൈവത്തിൻ്റെ നന്മയെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാനൊക്കത്തില്ല. ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നതേ ഉള്ളൂ. അനേക കോടി മടങ്ങ്, അനേക ലക്ഷം കോടി മടങ്ങ് നന്മയുള്ളവനായ ദൈവം നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഏറ്റവും നല്ലത് തരാൻ ദൈവം ആഗ്രഹിക്കും. सबसे अच्छा परमेश्वर जो करोड़ों हमारे से कितने, क्या बोल नहीं सकता कितना अच्छा है परमेश्वर करके, वो कितना अच्छी चीजें हमें देना चाहते हैं। അപ്പൊ നന്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം പരിശുദ്ധാത്മാവാണ്. तो उस भलाई का, उस अच्छाई का सबसे अच्छा श्रोता जो है वो पवित्र आत्मा। ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ പൂർണ്ണമായി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്നുള്ള അറിവേ ആദ്യം മനുഷ്യന് വരത്തുള്ളൂ. अगर वो पवित्र आत्मा हमारे अंदर भरा हुआ है तो भी हम समझ सकते हैं कि क्या मांगना है क्या नहीं मांगना है। ആ പരിശുദ്ധാത്മാവ് ഇല്ലാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനേക കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. पवित्र आत्मा हमारे अंदर नहीं है, इसलिए हम
सारी बातें बोलते हैं എന്നാൽ प्रार्थना में ചോദിക്കേണ്ട- और ज्यादा मांगते हैं, എന്നാൽ ചോദിക്കേണ്ട കാര്യങ്ങള് ലഘൂകരിച്ച് ബ്രീഫായിട്ട് ചോദിക്കുവാൻ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. लेकिन जो मांगने वाली बातों को या प्रार्थनाओं को छोटा करके मांगने के लिए पवित्र आत्मा हमारी सहायता करे। പരിശുദ്ധാത്മാവ് നമുക്ക് അതിന് എല്ലാവിധമായിരിക്കുന്ന നന്മകളും ഒരുക്കി തരും. पवित्र आत्मा उसके लिए सारी सहायता करेगा। ആ പരിശുദ്ധാത്മാവെന്ന നന്മയെ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബാക്കി എല്ലാ നന്മകളും വന്നു ചേരും. वो पवित्र आत्मा वो अच्छी चीज, जो सबसे अच्छी चीज, जो पवित्र आत्मा को अगर पाएंगे तो बाकी सारी चीजें हमारे पास आएगा। നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. हमें समझने का सबसे मुख्य बात കാരണം നമ്മൾ है, തുടക്കത്തിലേ പറഞ്ഞു പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്തു, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു. क्योंकि हमने शुरुआत में ही पढ़ा है कि पवित्र आत्मा में प्रार्थना करने के लिए सिखाता है। അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെ വേണ്ട രീതിയിൽ ദൈവസനിൽ എത്തിക്കുന്നു, ദൈവസനിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. नहीं तो हमारी प्रार्थनाओं को जैसे परमेश्वर के पास पहुंचाना है वैसे लेके पहुंच जाता है। നമ്മൾ എന്ത് ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു പോവുകയാണ്. हम तो बहुत सारी बातें प्रार्थना में लगाते हैं, എന്നാൽ പരിശുദ്ധാത്മാവ് അതെല്ലാം എഡിറ്റ് ചെയ്ത് ഏത് കാര്യമാണോ ദൈവസ്ഥനിൽ എത്തിക്കേണ്ടത് ആ കാര്യം മാത്രം ദൈവസ്ഥനിൽ എത്തിക്കും. लेकिन पवित्र आत्मा उन सारी चीजों को, हमारे सारे जो प्रार्थना विषयों को काटापुटी करके जो जरूरत है उस सारी जरूरतों को खाली लेके जाता है। അതാണ് വ്യക്തമായിട്ട് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിച്ചു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വന്നിട്ട് മുമ്പോട്ട് കടന്ന് ചിന്തിച്ചു പോകാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. हम जहाँ पे पढ़ा था रोमियो की किताब उसका 8 का 27 में एक बार और आएंगे। എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. और आत्मा पवित्र लोगों के लिए परमेश्वर की इच्छा के अनुसार विनती करता കാരണം है। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ വിശുദ്ധന്മാരുടെ ഹിതപ്രകാരം അല്ല പ്രാർത്ഥിക്കുന്നത്. पवित्र आत्मा जब प्रार्थना करते हैं तो परमेश्वर की इच्छा के अनुसार अपने लोगों के लिए प्रार्थना करते हैं, पवित्र लोगों के हिसाब से नहीं। ഈ ഭൂമിയിലുള്ള ഒവ്വൊരു വിശുദ്ധനും ആ വിശുദ്ധന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയിലേക്കും പ്ലാനിലേക്കും അവൻ പൂർണ്ണമായി ആയിത്തീരുവാൻ അല്ലെങ്കിൽ അതിലേക്ക് വഴി നടത്തുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ദൈവസ്ഥനെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. एक पवित्र व्यक्ति जो इस दुनिया के अंदर है वो परमेश्वर की इच्छा के अनुसार चलने के लिए या उनका कार्य को पूर्ति करने के लिए पवित्र आत्मा हमारी അത് सहायता നിങ്ങൾക്ക് करता है। മനസ്സിലാകുന്നതിൽ ഒന്നുകൂടെ ഞാനത് കുറച്ചുകൂടെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. मैं थोड़ा आपको और सरल रीति से समझाना എനിക്ക് चाहता हूँ। വേണ്ടി പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നു എന്ന് വിചാരിച്ചുകൊള്ളുക, അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊള്ളുക. मेरे लिए पवित्र आत्मा परमेश्वर के पास जाके बिचवाई कर रहे या प्रार्थना कर रहा है, എന്നാൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. लेकिन मैं बहुत सारी बातें प्रार्थना कर रहा ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ല ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. हूँ, लेकिन मैं जो प्रार्थना किया हुआ सारे विषय जो है पवित्र आत्मा नहीं बता रहा। പിന്നെയോ ദൈവം എന്നെ വിളിച്ചപ്പോൾ, എന്നെ തിരഞ്ഞെടുത്തപ്പോൾ എന്താണോ ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും എന്നെ കുറിച്ച് ഉണ്ടായിരുന്നത് അത് ദൈവത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. जो मुझे परमेश्वर ने जब बुलाया था, मेरा बुलावट के उस समय में परमेश्वर के अंदर मेरे लिए क्या इच्छा था, मेरे ऊपर के क्या लक्ष्य था, वो पवित्र आत्मा ही जानते हैं। അത് എന്നിൽ നിറവേറുന്നതിന് വേണ്ടിയാണ് ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി ദൈവം പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നതെന്നാണ് ഈ വാക്യത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. वो सारी बातें मेरे ऊपर की पूर्ति हो जाए इसीलिए पवित्र आत्मा मेरे लिए प्रार्थना करता है। അല്ലാതെ എൻ്റെ ഭൗതികപരമായിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റി തരുവാനോ അല്ലെങ്കിൽ എൻ്റെതായ കാര്യങ്ങൾ നിറവേറ്റി തരുവാനോ ഉള്ള ഒരു പ്രാർത്ഥനയല്ല, അല്ലെങ്കിൽ ഭൗതികപരമായ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയല്ല പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. उसके अलावा ये प्रार्थना नहीं करते हैं कि मेरे इस पृथ्वी की जरूरतों को पूर्ति हो जाए, कि मेरे हाथी की सामर्थ्य की पूर्ति हो जाए करके प्रार्थना नहीं करते। പ്രാർത്ഥനകൾ പല രീതികളുണ്ട്. അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കൊണ്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. प्रार्थना भी अलग अलग तरीके से है। എനിക്ക് എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെയും ദൈവം നടത്തി തരണമെന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. मेरी इच्छा के अनुसार की प्रार्थना है कि मेरी सारी बातों की, मेरी सारी प्रार्थना की पूर्ति हो जाए। പലർക്കും പല രീതിയിലുള്ള ഇച്ഛകളുണ്ട്. അതെല്ലാം നടത്തി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നവരുണ്ട്. दूसरे लोगों के अंदर बहुत सारी बातें हैं कि उनकी पूर्ति होने के लिए भी प्रार्थना करते हैं। ഒരിക്കലും ഞാൻ ഒരിടത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു പെങ്കൊച്ചൻ്റെ അടുത്ത് വന്നു. एक बार जब मैं एक जगह सेवाई कर रहा तो एक लड़की मेरे पास आई, അവളങ്ങ് വാവിട്ട് കരയുക. वो रो रही थी। ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നത്? वो किस लिए रो रही थी करके मैंने पूछा। അവൾ പറഞ്ഞു ഞാൻ വേറൊരു പയ്യനുമായിട്ട് സ്നേഹത്തിലാണ്. मैं एक लड़के के साथ मतलब प्रेम करते हैं। ഇവള് ക്രിസ്ത്യാനിയാ, ആ ചെറുക്കന് വേറൊരു മതത്തിലുള്ളവനാണ്. ये लड़की जो है मसीह जीवन बिताती है और लड़का जो है अलग जाति। അവൾ പറഞ്ഞു ഞാൻ അവനില്ലാതെ ജീവിക്കത്തില്ല. उसने
उसने बोला है कि मुझे बहुत जरूरी है लड़का, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, आप मेरे लिए प्रार्थना അവൻ करें, എന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കരുത്. वो मेरे अलावा किसी और से शादी ना करे. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒക്കുമോ? ऐसे प्रार्थना कर सकते हैं? വേദപുസ്തകത്തിൽ അതിന് പ്രമാണമില്ല അങ്ങനെ പ്രാർത്ഥിക്കാൻ. वचन के आधार पर वो गलत है. അത് അവളുടെ ഇഷ്ടം, അവൾക്ക് ദൈവം നടത്തി കൊടുക്കണമെന്നുള്ള വിഷയം അത് അവൾ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് എന്നോട് പറഞ്ഞു. वो लड़की का वो अपने मन की इच्छा है, परमेश्वर की इच्छा नहीं है. ഞാൻ അവളെ വിളിച്ചിരുത്തി കുറച്ചു നേരം കൗൺസിൽ ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് അവളെ അയച്ചു. അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. उसके बाद मैंने उसको बिठा के समझाया, काउंसलिंग किया, उसके बाद मैंने उसको देखा नहीं. ഞാൻ പറഞ്ഞു വന്നത് പല രീതികളില്ല പ്രാർത്ഥനകൾ. वो जो प्रार्थना जो अलग अलग तरीके का, ഈ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ये सारी प्रार्थनाएं जो परमेश्वर के पास नहीं पहुंचती. പിന്നെ ഏത് പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നത്? लेकिन कौन से प्रार्थना परमेश्वर के पास पहुंचती है? 27ാമത്തെ വാക്യത്തിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു, ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനകൾ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തത്തുള്ളൂ. ഹല്ലേലൂയ. वो 27वें वचन के आधार पर हम ये देखते हैं कि परमेश्वर की इच्छा के अनुसार की विनती ही परमेश्वर के पास पहुंचते हैं. അതുകൊണ്ടാണ് നമ്മൾ പലരും പല കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ടും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുന്നത്. इसलिए कि हमारे जीवन के अंदर ये बहुत सारी बातें क्यों नहीं हो रहा है, वो इसलिए कि हमारी इच्छा ഞാൻ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ അതിനെ അങ്ങനെയാണ് വിശ്വസിച്ചത്. ചിലർ പറയാറുണ്ട് ദൈവം ചിലത് ലേറ്റാക്കി തരുന്നു, നന്മയ്ക്കായി തരുന്നു എന്നൊക്കെ. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയല്ല. നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമുക്കത് ലഭിക്കാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. मैं ऐसा विश्वास करता हूँ, जो हम प्रार्थना करते हैं वो परमेश्वर की इच्छा के अनुसार नहीं है, इसलिए वो हमें नहीं मिलता. യേശു ക്രിസ്തു പോലും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന ലഭിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. यीशु मसीह ने भी जब हमें प्रार्थना के बारे में समझाया था तो कहा था कि परमेश्वर की इच्छा के अनुसार की प्रार्थना करो तो हमें मिल जाएगा. യോഹന്നാന്റെ സുവിശേഷം 15ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ടും യേശു അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. यूहन्ना रचित समाचार उसका 15 आयत में वो परमेश्वर हमें सिखाता അതിനെ है. കർത്താവ് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ കുറച്ചുകൂടെ ലളിതവൽക്കരിച്ച് ഉപമയായും കർത്താവ് അതിനെ പറയുന്നുണ്ട്. उसके बाद वो हमें और सरल रीति से हमें समझाता है. ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്. मैं दाखलता हूँ और मेरा पिता किसान है. എന്നിൽ നിലനിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. अगर आप मुझ में बने रहे तो आप स्थिर रहेगा. എന്നിട്ട് കർത്താവ് പറയാണ്, എന്റെ വചനം നിങ്ങളിലും और उसके बाद कहते हैं कि मेरा वचन आप നിങ്ങൾ में, എന്നിലും വസിച്ചാൽ आप मुझ में बने रहे, നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും. आप जो मांगेगा. അതിന്റെ അർത്ഥം എന്താ? എന്റെ വചനം നിങ്ങളിലും उसका मतलब ये है कि मेरा നിങ്ങൾ वचन എന്നിലും आप में, വസിച്ചാൽ आप मुझ में बने रहे, നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും आप जो मांगेगा. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? उसका मतलब क्या है? ദൈവഹിതപ്രകാരം നാം ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ ഉള്ളിലുണ്ടെങ്കിലും എന്താണ് ചോദിക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. उसका मतलब ये है कि अगर परमेश्वर की इच्छा हमारे अंदर है, परमेश्वर के बाद या यीशु मसीह हमारे अंदर, पवित्र आत्मा हमारे अंदर है, तो हमें पता चलेगा कि परमेश्वर से क्या मांगना है. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മളല്ല പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ നമ്മൾ പ്രാർത്ഥിക്കണം. जब हम प्रार्थना के लिए बैठेंगे तो हमें पवित्र आत्मा की अगुवाई से प्रार्थना करना है. നമ്മുടെ ബുദ്ധി കൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. हमारे बुद्धि से कभी प्रार्थना नहीं करना, पवित्र आत्मा से भरते हुए प्रार्थना അപ്പൊ करना. പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുന്നത് അന്യഭാഷ പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങിപ്പോയി നമുക്ക് തോന്നിയ പോലെ ജീവിക്കാനല്ല. पवित्र आत्मा परमेश्वर ने हमें इसीलिए नहीं दिया है कि अन्य भाषा बोलने के बाद निकल गए अपने मर्जी से जिए. ചിലരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ആരാധനയ്ക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് ഒരു പാട്ട് രണ്ട് പാട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ തമ്പേറിന്റെ അടി തുടങ്ങി കഴിയുമ്പോഴേ അന്യഭാഷ തുടങ്ങും. कोई कुछ लोग ऐसे है कि कलीसिया में आएंगे, गाना के शुरुआत में ही एक अन्य भाषा से भर जाएंगे. ആ പാട്ട് കഴിയുമ്പോൾ അന്യഭാഷ തീർന്നു. वो गाना खत्म हो जाएगा, उनकी अन्य भाषा भी വെളിയിൽ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ അന്യഭാഷ പിന്നെ വായിന്ന് വരുന്നു. बाहर निकलने के बाद फिर वो और अन्य भाषा बोलने लगते हैं. അതിനല്ല പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. इसलिए पवित्र आत्मा हमें नहीं दिया. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നതിന്റെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പോഴേ നമ്മൾ പഠിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. मैंने बहुत सारी बातें आपको समझाई कि पवित्र आत्मा हमें इसलिए दिया है करके. उसको जो अभी हम सीख रहे हैं कि पवित्र आत्मा हमें इसलिए दिया है कि प्रार्थना सिखाने के लिए. യേശുവിനെ സർവദാ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. यीशु मसीह को हमेशा पवित्र आत्मा प्रार्थना के लिए उकसाता रहा. അതുകൊണ്ടാണ് ശുശ്രൂഷകളെല്ലാം ചെയ്ത് ശിഷ്യന്മാരെല്ലാം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴും യേശു തനിയെ പോയിരുന്നു പ്രാർത്ഥിച്ചു എന്ന് വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. वचन में हम बहुत जगह पढ़ते हैं कि जब अपने चेले लोग सो रहे होते हैं तब यीशु मसीह प्रार्थना कर रहे थे. കാരണം യേശുവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് പരിശുദ്ധാത്മാവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അതിലേക്ക് നടത്തുവാൻ പരിശുദ്ധാത്മാവ് യേശുവിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു.
क्योंकि यीशु मसीह के बारे में स्वर्गीय पिता क्या चाहते हैं, क्या इच्छा है करके पवित्र आत्मा अच्छी तरह जानते थे, इसलिए उनको हर जगह प्रार्थना करने के लिए उनको सहायता की। അതുപോലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരനെ സഹോദരിയെ, നിങ്ങളെയും എന്നെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. इसलिए मैं मेरे सुनने वाले मेरे भाई और बहनों में आपको ये बता रहा हूँ कि आपका क्या, परमेश्वर का क्या इच्छा है आपके ऊपर है करके पवित्र आत्मा ही जानते हैं। ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ, ഇപ്പോൾ നിങ്ങളോ ഞാനോ ആയിരിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തിയിലല്ല. क्योंकि मैं और आप जो अभी जहाँ है वो परमेश्वर की इच्छा के अनुसार नहीं हो सकते। നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പരിപൂർണരായി കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നിങ്ങളെ നടത്താൻ തുടങ്ങും. അതാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി. जब पवित्र आत्मा से आप जब भर जाएंगे तो आप पवित्र आत्मा आपको अगुवाई करेगा परमेश्वर की इच्छा के अनुसार चलने के लिए। ഇപ്പോഴും പലരും ഇറങ്ങിത്തിരിച്ചു, ദർശനം കണ്ട് ഇറങ്ങിത്തിരിച്ചു, പക്ഷെ പലരും പലയിടങ്ങളിലും സ്റ്റക്കായി പോയിരിക്കുക. बहुत लोग परमेश्वर की उस बुलावट को सुन के निकल तो पड़ा, लेकिन वो बहुत जगह फंस गए। അല്ലെങ്കിൽ അബ്രഹാമിനെ പോലെ കൂടാരത്തിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. नहीं तो अब्राहम की तरह वो तंबू में फंसा हुआ। കൂടാരം വിട്ട് നമ്മൾ വെളിയിൽ വന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ദർശനം, ദൈവം നമ്മളെ കുറിച്ച് വച്ചിരിക്കുന്ന ദർശനം പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. जब वो तंबू से बाहर निकलेंगे तभी हमें पता चलेगा कि परमेश्वर की हमारे ऊपर की वो दर्शन क्या है। അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിന്റെ വേറൊരു പോയിന്റാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മളെ പ്രാർത്ഥിപ്പാൻ പ്രേരിപ്പിക്കുകയും പ്രാർത്ഥിപ്പാൻ സഹായിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ല ഒരു സഹായിയാണ് പരിശുദ്ധാത്മാവാം ദൈവം. पवित्र आत्मा हमें किस लिए दिया है करके हम सीख के आ रहे हैं, उसका एक मुख्य बात यह है कि हमें प्रार्थना सिखाने के लिए, प्रार्थना कैसे करना है करके सिखाने के लिए और परमेश्वर के पास हमारी प्रार्थनाओं को ले जाने के लिए और हमारे लिए प्रार्थना करने के लिए पवित्र आत्मा सहायता। ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം പറഞ്ഞിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. एक वचन और पढ़ के मैं भाग को यहाँ खत्म कर। ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് എടുക്കാം. गलातियों की किताब उसका 3रा अध्याय और उसका 14वां आयत। അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. गलातियन चैप्टर 3:14। ये इसलिए हुआ कि इब्राहिम की आशीष मसीह यीशु में अन्य जातियों तक पहुंचे और हम विश्वास के द्वारा उस आत्मा को प्राप्त करें जिसकी प्रतिज्ञा हुई है। അബ്രഹാമിന്റെ അനുഗ്രഹം हमें ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം പരിശുദ്ധ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കുവാൻ തന്നെ. हमें अब्राहम की आशीष मसीह यीशु में अन्य जातियों तक पहुंचे और हम विश्वास के द्वारा उस आत्मा को प्राप्त करें जिसकी प्रतिज्ञा हुई है। നമ്മളെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ മൂലമായി നമ്മുടെ പാപങ്ങളെല്ലാം മീட்கപ്പെട്ടു അല്ലെങ്കിൽ പാപത്തിന്റെ കടം നീക്കിയെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവന്റെ ജീവിതത്തിൽ വസിക്കുവാനിടയാണ്. जो यीशु मसीह को पाया हुआ एक व्यक्ति, यीशु मसीह के ऊपर विश्वास करने वाले एक व्यक्ति के ऊपर यीशु मसीह मेरे लिए पूरी तरह अपना जान दिया है, मेरे पापों के लिए मरा है करके जो विश्वास करता है उनके अंदर पवित्र आत्मा स्वर्ग से उतर आपके वास करेगा। അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണെന്ന് മനസ്സിലാക്കണം. സ്വർഗത്തിലെ ഏറ്റവും വലിയ നന്മയാണ് പരിശുദ്ധാത്മാവ്. पवित्र आत्मा कौन है करके आपको समझना जरूरी है। स्वर्ग का सबसे उत्तम एक अच्छा भली वस्तु है पवित्र आत्मा। യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു എത്ര അധികമായി നന്മയെ തരും. यीशु मसीह ने हमें बोला है कि पवित्र कितना ज्यादा भलाई तुम्हें देगा, अच्छाई देगा। അത് ലൂക്കോസിലെ നമ്മൾ സുവിശേഷം നമ്മൾ വായിച്ചു. ആ നന്മ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മൾ കണ്ടു. लूका समाचार में हमने देखा है कि वो भलाई क्या है, वो अच्छी वस्तु क्या है, वो पवित्र आत्मा है। അപ്പൊ ആ നന്മയാണ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. वो अच्छी वस्तु जो हमारे दिल में वास करना चाहता है। കുറച്ചുകൂടെ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി പറഞ്ഞാൽ, വ്യക്തമാക്കി പറഞ്ഞാൽ, ഈ और ഭൂമിയിലും ആകാശത്തിലും ഉള്ള സകല നന്മയുടെയും ഉറവിടം പരിശുദ്ധാത്മാവാണ്. अगर मैं और साफ करके आपको बताऊं तो ये है कि पृथ्वी और आसमान में, स्वर्ग में जितने भी अच्छी वस्तु है उसमें से उसके सबसे स्रोता जो है वो पवित्र आत्मा है। ആ നന്മയുടെ ഉറവിടം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, വസിക്കുമ്പോൾ जब वो भलाई का स्रोता आपके अंदर वास करता है, നിങ്ങളെ പരിശുദ്ധാത്മാവ് നടത്തുവാൻ ആഗ്രഹിക്കും. आपको पवित्र आत्मा चलाना चाहे, എവിടേക്ക് നടത്തും? कहाँ तक चलाएगा? നന്മകളിലേക്ക് നടത്തുവാനിടയാണ്. भलाई की ओर ले चलेगा। അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹം वो
अब्राहम की आशीष, ഈ അബ്രഹാമിന് ഈ അനുഗ്രഹം മുഴുവൻ എവിടുന്നാ കിട്ടിയത്? ये अब्राहम को ये आशीष कहाँ से मिला? ദൈവം പരിശുദ്ധാത്മാവിൽ കൂടെയാണ് അബ്രഹാമിന് എല്ലാ അനുഗ്രഹങ്ങളെയും നൽകി കൊടുത്തത്. परमेश्वर ने पवित्र आत्मा के द्वारा ही अब्राहम को आशीष दिया. ആ അനുഗ്രഹങ്ങള് നമ്മളിലും അല്ലെങ്കിൽ യഹൂദന്മാരായിട്ടല്ലാത്തവരിലും ആ അനുഗ്രഹം ലഭിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുള്ളതുകൊണ്ട് परमेश्वर ये इच्छा जरूर रखता था कि अब्राहम को छोड़कर जो अन्य जाति लोग हैं, जो हम लोग, जो हमारे तक ये आशीष आ जाए. യേശു ക്രിസ്തുവിൽ കൂടെ കാട്ടൊലിവായിരിക്കുന്ന നിന്നെയും എന്നെയും ദൈവം നാട്ടൊലിവായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലാക്കി ഒട്ടിച്ചു. जो जंगल के जो पेड़ था उसमें से परमेश्वर ने क्या कर दिया कि നാട്ടൊലിവായിരിക്കുന്ന എന്നെ ദൈവം എന്ത് ചെയ്തു? കാട്ടൊലിവായിരിക്കുന്ന എന്നെ ദൈവം നാട്ടൊലിവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടെ ഒട്ടിച്ചു ചേർത്തു. यीशु मसीह के द्वारा जो अन्य जाति जो लोग जो है हमें जोड़ दिया. എന്തിനു വേണ്ടി? किस लिए? അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും ലഭിക്കണം. अब्राहम की आशीष आपको और मुझे मिले. ഹല്ലേലൂയ. हालेलुया. ഈ ബഡ്ഡിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ये बडिंग कैसे होता है? എങ്ങനെയാണ് ചെയ്യുന്നത്? ഏറ്റവും അധികം ഫലം കായ്ക്കുന്ന മരം, जो सबसे अच्छा ज्यादा फल देने वाला एक पेड़, എന്നാൽ അതിന് ഒരു പക്ഷേ ചില സമയത്ത് എന്തുണ്ടായിരിക്കത്തില്ല, രുചിയോ ഗുണമോ ഒന്നും കാണത്തില്ല. लेकिन उसको कोई टेस्ट या महक वगैरह नहीं होगा. എന്നാൽ അതേ ജാതിയിൽപ്പെട്ട ഏറ്റവും രുചിയുള്ളതും നല്ല ഫലം കായ്ക്കുന്നതുമായ വേറെ വൃക്ഷം കാണും. लेकिन उसी में ही बहुत ज्यादा फल देने वाला और अच्छे फल देने वाला वृक्ष भी होगा. അതിന്റെ കൊമ്പെടുത്ത് ഈ ഫലം അധികം കായ്ക്കുന്നതും രുചി ഇല്ലാത്തതുമായ മരത്തിലൊട്ടി ചേർക്കും. तो उसका जो फल जो उसका जो डंडा जो है, शिगर जो है काट के दूसरे पेड़ में जोड़ा जाता है. ആ കൊമ്പിൽ നിന്ന് പിന്നെ വളരുന്ന അല്ലെങ്കിൽ കായ്ക്കുന്ന കനികളൊക്കെയും അധികം ഫലം കായ്ക്കുന്നതുമായിരിക്കും, നല്ല രുചിയുള്ളതുമായിരിക്കും. उसमें से निकलने वाला फल जो है बहुत सारा फल भी निकलेगा और बहुत अच्छा टेस्ट भी होगा. ഇതാണ് ദൈവം നമ്മളെ നിങ്ങളെയും എന്നെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ये परमेश्वर हमसे और आपसे इच्छा रखता है. ദൈവത്തിന് പ്രയോജനമില്ലാതിരുന്ന ജാതികളായിരിക്കുന്ന നമ്മെ യേശുക്രിസ്തുവിൽ കൂടെ ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി ദൈവം മാറ്റി. जो अन्य जाति लोग जो हम थे, हमें यीशु मसीह के द्वारा परमेश्वर ने एक कर दिया. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടി അധികം ഫലം കായ്ക്കുവാൻ, तो इसलिए कि परमेश्वर के लिए हम ज्यादा फल लाए, ദൈവത്തിന് വേണ്ടി നല്ല ഫലം കായ്ക്കുവാൻ, परमेश्वर के लिए अच्छा फल लाने के लिए. ആ ഫലം കായ്പ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും വഴി നടത്തുന്നതുമാരാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ദൈവത്തിന് നല്ല ദാനമായിരിക്കുന്ന ഉറവയാണ്. वो उस अच्छे फल लाने के लिए हमारे अगुवाई कौन करता है कि सबसे अच्छा स्रोत जो पवित्र आत्मा. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് നാം പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കണം. वो पवित्र आत्मा हमें इसीलिए दी है कि हम कैसे अच्छी तरह प्रार्थना करना है. ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കണം. परमेश्वर की इच्छा के अनुसार की प्रार्थना करना है. അതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്കായി പ്രേരിപ്പിക്കും. वो जैसे प्रार्थना करना है करके हमें समझाने के लिए पवित्र आत्मा हमारे अंदर रहती है, ഒരുപക്ഷെ हमें समझाती है. തുടക്ക സമയത്തിൽ നമ്മൾ അങ്ങനെ പരിശുദ്ധാത്മ പ്രേരണയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജൽപ്പനം ചെയ്യാനേ അറിയത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അനേക വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുമായിരിക്കും. എന്നാൽ അതേപ്പറ്റി ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് ദൈവഹിത പ്രകാരം ദൈവസന്നിധിയിൽ അതിനെ അറിയിച്ചു കൊള്ളും. हमारे अनजाने में शुरुआत में हम गलत तरीके से प्रार्थना करते होंगे, लेकिन अब दुखित होने की जरूरत नहीं है. पवित्र आत्मा आपको अगुवाई करेगा कैसे प्रार्थना എന്നാൽ करना നമ്മൾ है. തുടർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മ പ്രേരണയിൽ लेकिन हम पवित्र आत्मा की अगुवाई में लगातार जब प्रार्थना करेंगे, നമ്മുടെ പ്രാർത്ഥനയുടെ രീതി, ശൈലി മാറാനിടയാണ്. हमारे प्रार्थना का जो रीति है वो बदल जाएगा. ആ പരിശുദ്ധ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുവാൻ പഠിക്കുവാൻ തുടങ്ങും. परमेश्वर की इच्छा के अनुसार की प्रार्थना करने लगेगा. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നിങ്ങളെയും എന്നെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ऐसे प्रार्थना करने लगेंगे तभी आपके और मेरे ऊपर की परमेश्वर की इच्छा प्रकट होगा. അല്ലെങ്കിൽ നമ്മൾ ആത്മീയ കണ്ണ് മൂടപ്പെട്ട ആത്മീയ കുരുടന്മാരായി ഈ ഭൂമിയിൽ ജീവിച്ചു പോകത്തേ ഉള്ളൂ. नहीं तो हम आत्मिक रीति से अंधे होकर इस पृथ्वी में जिएंगे. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. इसलिए आपके दिल की आंख खुल जाए. അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ആശ എന്നതെന്ന് ഇന്നതെന്ന് തിരിച്ചറിയുവാൻ നിങ്ങളുടെ ഓരോരുത്തരെയും എന്റെയും ഹൃദയദൃഷ്ടി പ്രകാശിക്കും. इसलिए कि परमेश्वर की बुलावट की इच्छा क्या है करके समझने के लिए आपकी और मेरे अंदर की आत्मा की उस आंख खुलने पर അതിന് പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. उसके लिए पवित्र आत्मा आपको അതിന് सहायता करेगा. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ നാം ഏൽപ്പിച്ചു കൊടുക്കാം.
उसके लिए पवित्र आत्मा की अगुवाई में प्रार्थना करने के लिए समर्पण करेंगे। യേശു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. यीशु मसीह हमेशा प्रार्थना करता रहा, കാരണം യേശുവിനെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. वो इसलिए कि यीशु मसीह को अपना कार्य इस पृथ्वी पर पूर्ति करने के लिए पवित्र आत्मा जो उनको सहायता करता रहा। നിങ്ങളെയും എന്നെയും നമ്മുടെ ശുശ്രൂഷകൾ തികയ്ക്കുവാൻ ഗുണമായി പരിശുദ്ധാത്മാവ് നിർബന്ധിക്കും. आपको और मुझे पवित्र आत्मा अपनी कार्य को, अपने प्रवृत्ति को, अपने बातों को पूर्ति करने के लिए अगुवाई कर रहा है। എന്നാൽ ഇതുവരെയും നമ്മൾ ആ ഭാഗത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമായി തീർന്നിട്ടില്ല. लेकिन अभी भी हम परमेश्वर की इच्छा के अनुसार नहीं चलाए। അതുകൊണ്ട് ഇന്ന് രാത്രികാലം എൻ്റെ ഈ ശബ്ദത്തെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങൾ ഒന്നുകൂടെ സമർപ്പിച്ചു കൊടുക്കാം. इसलिए मुझे सुनने वाले हर एक परमेश्वर के बच्चों, आप एक बार और समर्पण करें। നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി നിറവേറണം. आपके जीवन के अंदर परमेश्वर की इच्छा पूर्ति होने पाए, അവന്റെ വിളിയാലുള്ള ആശ നിങ്ങൾ തിരിച്ചറിയണം. उनके बुलावट की इच्छा क्या है करके समझने पाए, നന്മയും അല്ലെങ്കിൽ ശ്രേഷ്ഠതയുമുള്ള ദൈവത്തിന്റെ ഹിതം നിങ്ങൾ തിരിച്ചറിയണം. अच्छा और भला वो परमेश्वर की इच्छा, उसको आप समझने पाए, പൂർണ്ണതയുള്ള ദൈവത്തിന്റെ ഹിതം നിങ്ങൾ തിരിച്ചറിയണം. उस पूर्ति हुआ उस परमेश्वर की इच्छा को समझने അതിൽ पाए। കൂടെ മാത്രമേ യേശുക്രിസ്തു 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അധികം ഫലം നിങ്ങൾക്ക് കായ്ക്കുവാൻ കഴിയത്തുള്ളൂ. उसके द्वारा ही आप सबसे अच्छा फल ला सकते हैं। അതിനുവേണ്ടിയാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. इसलिए परमेश्वर ने आपको चुना है। അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക, അതിലെത്തിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം. वहां तक आपको पहुंचाना, आपको लेके चलना, वही है पवित्र आत्मा का काम। നിങ്ങളെ അനുസരിക്കുന്ന ഹെൽപ്പറല്ല, നിങ്ങൾ അനുസരിക്കപ്പെടുന്ന ഹെൽപ്പറായിട്ട് പരിശുദ്ധാത്മാവിനെ കാണാൻ ശ്രമിക്കുക. पवित्र आत्मा को आप अपने हिसाब से मत चलाइए, पवित्र आत्मा की इच्छा के अनुसार आप चलिए। അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. उसके लिए परमेश्वर आपको सहायता നമ്മുടെ करें। കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. अपनी आंखों को बंद करेंगे, प्रार्थना करेंगे, കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. परमेश्वर के हाथ में समर्पण करेंगे। പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് എന്തിനാണ് നൽകിയിരിക്കുന്നത്? पवित्र आत्मा को परमेश्वर ने हमें किस लिए दिया? യേശുവിന് എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത്? यीशु मसीह को पवित्र आत्मा क्यों दिया? അനേക ഉദാഹരണങ്ങളിൽ കൂടെ നമ്മളത് കണ്ടു. बहुत उदाहरण के द्वारा हमने उसको सीखा। യേശു 2-ാം ആദാമാണ് നമ്മൾ പഠിച്ചു. यीशु मसीह दूसरा आदम है करके हमने ആ देखा। 2-ാം ആദാമിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ ജനിക്കുന്നവർ നമ്മളെല്ലാവരും യേശുക്രിസ്തുവിന്റെ വിജയാളികളാണ്. जो दूसरे आदम, जो यीशु मसीह में जो जन्म होने वाला, हम सब लोग जो है वो है जय के जीवन നമ്മൾ जीने പാട്ട് പാടാറുണ്ട്, മോർ ദാൻ കോൺക്വറേഴ്സ്. हम गाना भी गाते हैं कि हम सबसे ज्यादा अधीन मतलब विजय നമ്മൾ पाएंगे। ജയാളികളെക്കാളും മുകളിലാണെന്നാണ് നമ്മൾ പാടുന്നത്. हम सबसे ज्यादा विजय पाया हुआ व्यक्ति करके हम गाना എന്നാൽ गाते നമ്മൾ ജയാളികളെക്കാളും മുകളിലാണോ? हैं, लेकिन हम सबसे ऊपर ഇന്ന് है। രാത്രികാലം ഒന്ന് ചിന്തിച്ചു നോക്കാം. आज आप सोच के देखिए, അങ്ങനെ അല്ലെങ്കിൽ ऐसा नहीं है तो അതിനെന്താണ് കാരണമെന്നൊന്ന് ചിന്തിച്ചാണ്. उसका कारण क्या है करके നിങ്ങളെ जांचिए। ജയാളിയാക്കി നടത്തുവാനാണ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് വാങ്ങി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. आपको एक जय के जीवन देने के लिए ही यीशु मसीह के द्वारा पवित्र आत्मा आपको दिया हुआ है। അതിലേക്ക് എത്തിച്ചേരുവാൻ ദൈവാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുന്നു ഇന്ന് രാത്രികാലം. वहां तक पहुंचने के लिए पवित्र आत्मा आपको अगुवाई कर रहा है। എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധാത്മാവിന്റെ ചെറിയ ചലനങ്ങളെ പോലും ശ്രദ്ധിക്കുവാനുള്ള ഒരു പ്രത്യേക ആത്മീയ സെൻസ് നിങ്ങൾക്കുണ്ടാകട്ടെ. पवित्र आत्मा की छोटी और छोटी सी छोटी बातों को समझने के लिए एक अच्छा एक सेंस, एक बुद्धि आपको ज्ञान होने ഈ पाए। അന്ത്യനാളുകളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവാത്മാവിന്റെ ചെറിയ ചലനങ്ങളെ പോലും ശ്രദ്ധിക്കുവാനുള്ള കഴിവ്. ये आखिरी दिनों तक एक परमेश्वर के बच्चों के लिए एक खासियत ये होना चाहिए कि पवित्र आत्मा के छोटे से छोटे चलन को भी समझने पाए। അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. उसके लिए प्रार्थना करिए। ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും അത് തരട്ടെ എന്ന് ഞാൻ പൂർണ്ണമായും പ്രാർത്ഥിക്കുന്നു. परमेश्वर आप सबको ये देने पाए। സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. स्वर्गीय पिता, इस शाम के समय के लिए मैं आपको स्तुति और आराधना करते हैं। കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നത് വേണ്ടുപോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുവാനാണല്ലോ കർത്താവ്. परमेश्वर पवित्र आत्मा आपने हमें इसीलिए दिया है कि कैसे प्रार्थना करके सिखाने के लिए। എന്നാൽ പലപ്പോഴും ജൽപ്പനങ്ങൾ ചെയ്ത് കർത്താവേ സ്തോത്രം മറ്റുള്ളവരെ പോലെ അനേക വാക്കുകൾ തിരുസനിൽ കൊട്ടുന്നവരായി കർത്താവേ ഞങ്ങളായിത്തീരുന്നു. लेकिन बहुत बार हम जो अपने बातों के द्वारा आपको तंग करते हैं। ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾ അറിയുന്നില്ല. आपकी इच्छा के अनुसार की प्रार्थना क्या है करके नहीं എന്നാൽ समझते। ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കി തന്നതിനാൽ അങ്ങേക്ക് നന്ദി കരയുന്നു. लेकिन आज रात के समय आपने हमें समझा दिया, इसलिए हम धन्यवाद അവിടുത്തെ करते हैं। ഹിതപ്രകാരം പ്രാർത്ഥിപ്പാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. आपकी इच्छा के अनुसार प्रार्थना करने के लिए पवित्र आत्मा की अगुवाई में हम समर्पण करते വരുന്ന हैं। നാളുകളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അതിനായി നടത്തണമേ.
आगे आने वाले दिनों में पवित्र आत्मा उसके लिए मैं चलाएगी। ദൈവാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. पवित्र आत्मा हमारे लिए काम करेगी। അവിടുത്തെ കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടണമേ. आपके हाथ हमारे लिए बढ़ाइए। യേശുവിനെ നടത്തിയതുപോലെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും നടത്തണമേ. जैसे यीशु मसीह को आपने चलाया वैसे हम हर किसी को आप चलाइए। പരിശുദ്ധാത്മാവിന് യേശു സമർപ്പിച്ചതുപോലെ ഞങ്ങളും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കും. जैसे यीशु मसीह पवित्र आत्मा को जैसे अधीन रहा प्रभु वैसे हम भी पवित्र आत्मा के अधीन में रहने पाए। പരിശുദ്ധാത്മാവിനെ യേശു അനുസരിച്ചതുപോലെ ഞങ്ങളും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന കർത്താവ്. पवित्र आत्मा को जैसे यीशु मसीह ने आज्ञा का पालन किया है वैसे हम भी पालन करने के लिए समर्पण करते हैं। കർത്താവിന്റെ ഹിതപ്രകാരം ഞങ്ങൾ നടക്കപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. आपकी इच्छा के अनुसार चलने के लिए मैं समर्पण। അതിനായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് സഹായിക്കും. उसके लिए हमें सुनने वाला हर किसी को सहायता അതിനുള്ള ഒരു करें। പുതിയ അഭിഷേകം ദിവസങ്ങൾ ഓരോരുത്തരുടെ മേലും കർത്താവ് പകരം. एक नया अभिषेक हर किसी के ऊपर डालें। അതിനായി എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കും. हर किसी को आपके हाथ में समर्पण करें। അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കടന്നാൽ സ്തോത്രം. आपने हमारी प्रार्थनाओं को सुना इसलिए ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപ തോന്നി ഉത്തരമരുളണമേ യേശുവിൻ നല്ല പിതാവേ. यीशु मसीह के नाम से हमने प्रार्थना किया, सुनो और कबूल करो हमारे स्वर्गीय पिता। ആമേൻ ആമേൻ ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको आशीष करने पाए। ഞായറാഴ്ച ഞങ്ങളുടെ ആരാധന ഫേസ്ബുക്കിൽ ലൈവിലും അതുപോലെ തന്നെ യൂട്യൂബിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. इतवार की जो आराधना जो सुबह की है वो आपको फेसबुक पे और उसके बाद यूट्यूब ബൈബിൾ സ്റ്റഡിയും ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങൾക്ക് ലഭിക്കും. बाइबल स्टडी भी आप ये फेसबुक और यूट्यूब के द्वारा देख सकते ദയവേത് हैं। നിങ്ങളത് കാണുക, आप उसको देखिए, അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ उसको सब्सक्राइब करिए, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. दूसरों के पास उसको शेयर करिए। ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. आप सबको परमेश्वर आशीष करें। ആമേൻ. പ്രൈസ് ദി ലോർഡ്. आमीन।